തന്നെ ഒറ്റയ്ക്ക് പോയിരുന്നോണ്ട് എന്നാ ചെയ്യാനാകാം. ഇത് വല്ലതും ചെയ്യാമെന്ന് പിടിച്ചാൽ മതി. പൊതുവെ പരാതിയായിട്ട് പക്ഷേ നടക്കും. എലിക്കുട്ടിയമ്മ ഭയങ്കര പ്രാർത്ഥനയായിരുന്നേ. കിടന്നുകൊണ്ട് പ്രാർത്ഥന, ബാത്റൂമിൽ പോയപ്പോൾ പ്രാർത്ഥന, ഭയങ്കര പ്രാർത്ഥനകളായിരുന്നു. പ്രാർത്ഥനകൾ കഴിഞ്ഞ് എന്നാ പരിപാടി? എലിക്കുട്ടിയമ്മ അവിടെ നിൽപ്പുണ്ട്. ഇത് നോക്കണം, ഇത് അടയ്ക്കണം. അതിനത്ര അടക്കണ എന്നത്ര അടച്ചില്ലേ അപ്പടി വെള്ളം പോവും. എവിടെ? ഇല്ലേ ഒഴിക്കും. അതിൽ അവിടെ ഇത് മുറിയല്ലേ? ഇത് മുറിയല്ലേ? അതിൽ എവിടുന്ന വെള്ളം വരുന്നേ? ഇല്ല, ഇത് മുറിയല്ലേ? ഇത് മുറിയല്ലേ? എവിടുന്ന വെള്ളം വരുന്നേ? ഇല്ല, അത് വെള്ളം വീഴും, വെള്ളം ഒഴുകി പോണോ. എവിടുന്ന്? മുറിക്കകത്ത് കൂടെയോ? അമ്മയ്ക്ക് എന്തോ മാറ്റം. മുറിക്കകത്ത് കൂടെ എങ്ങനെയാണ് വെള്ളം ഒഴുകുന്നത്? മുറിക്കകത്ത് കൂടെ എങ്ങനെയാണ് വെള്ളം ഒഴുകുന്നേ? ഇത് മുറിയല്ലേ? എനിക്കതൊന്നും അറിയത്തില്ല. ഇത് മുറിയല്ലേ? അമ്മ കിടക്കണ മുറിയല്ലേ? ഇതാ എലിക്കുട്ടി അമ്മ കിടക്കണ മുറിയല്ലേ? എലിക്കുട്ടി അമ്മ കിടക്കണ മുറിയല്ലേ? ആ പിന്നെ എങ്ങനെ വെള്ളം ഒഴുകണമെന്ന് പറഞ്ഞേ? പിന്നെ വെള്ളം ഒഴുകണമെന്ന് പറഞ്ഞേ? പിന്നെ ഇതിലേ വെള്ളം ഒഴുകണമെന്ന് പറഞ്ഞേ? പിന്നെ ഇതിലേ വെള്ളം ഒഴുകണമെന്ന് പറഞ്ഞേ? വെള്ളം ഒഴുകണമെന്ന് പറഞ്ഞ പിന്നെ ഇതിലെയാ ഒഴുകണ കാര്യം പറഞ്ഞത്? അയ്യോ മറന്നു, അത് പോയോ? അവിടുന്ന് കിട്ടി. കുടിച്ചു. പിന്നെ ഒന്നുമില്ല. ഇതെല്ലാം എലിക്കുട്ടിയമ്മ ഉണ്ടാക്കിയ കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞതല്ല. ഇല്ല. പ്രാർത്ഥന കഴിഞ്ഞോ? പ്രാർത്ഥന കഴിഞ്ഞാൽ കഴിഞ്ഞോ? കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ വരുമ്പോൾ ഇവിടെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. പിന്നെ ബാത്റൂമിൽ കയറി ഇരുന്നും പ്രാർത്ഥനയായിരുന്നു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ഭാഗത്താണ് നമ്മൾ കണ്ടത്. ഇത്ര നേരം കിടന്നോണ്ട് പ്രാർത്ഥിക്കില്ലായിരുന്നോ? ഇച്ചിരി നടക്കില്ലേ? ഇനി ഇച്ചിരി നേരം എണീറ്റ് നടക്ക്. എണീറ്റ് നടക്കാൻ. എവിടെ ഭയങ്കര ചൂട്, പുകഞ്ഞിട്ടിരിക്കാൻ മേല, ഭയങ്കര ചൂടാ. പുറത്തൊക്കെ ഭയങ്കര ചൂടാ. എലിക്കുട്ടമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ പോഞ്ഞിരിക്കുക, ഈ പാനിട്ടിട്ടും കൂടെ. ചൂട് പറ്റി നല്ലത് എല്ലാം നനഞ്ഞ് കുത്തുന്നു വരും. എല്ലാം പൊക്കത്തിരിക്കണം. പൊക്കത്തിരിക്കുന്ന എല്ലാം ചൂട് കൊണ്ട് ഒന്ന് വരുക. പൊക്കത്തിരിക്കുന്നോ? താഴോട്ട് വീഴുവാണോ? മിക്കവാറും എല്ലാം താഴോട്ട് വീഴും. അത് കൂട്ട് ചൂടാ. അമ്മ വേറെ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ചെറുതല്ലാതെ ഇക്കോട്ട് വരണം. അതുകൊണ്ട് അതിന് മാത്രം വല്ല വേണോ? അതേ സമയത്ത് ബാക്കി ഉള്ളതെല്ലാം നിറഞ്ഞു വരുമ്പോഴല്ലേ ഇവിടെ കൊള്ളി തരാത്ത. അമ്മ വേറെ എന്തോ കാര്യമാണ് പറയുന്നത്. അമ്മ വേറെ എന്തോ കാര്യത്തിലാണ് അമ്മയുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത് കേട്ടോ. നമ്മൾ പറഞ്ഞതും സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഇപ്പം അവിടെ അതൊന്നും പറ്റിയല്ല, അതെല്ലാം പോക്കായി. അതെന്നാ സാധന? അതെന്നാ? അവിടെയൊക്കെ വെച്ചിരിക്കേണ്ട കണ്ടില്ല. അത് കലണ്ടറൊക്കെ അല്ലേ? അത് കലണ്ടറല്ലേ? കലണ്ടറാ. നമ്മുടെ മൈൻഡിൽ അതൊക്കെ വേറെ എന്തോ സാധനമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയണമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഐഡിയ കിട്ടാത്ത കാര്യമാണ്. എന്തൊക്കെ നിറഞ്ഞു പോവും. ഞാൻ കയറി വന്നപ്പം പറഞ്ഞത് വെള്ളം നിറഞ്ഞു പോവും, വെള്ളം ഒഴുകുന്ന വഴി ഇതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മൈൻഡ് മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രാർത്ഥന ചെല്ലുന്നുണ്ടോ? കിടന്നോ. ഇച്ചിരി നേരം നടക്കുമായിരുന്നേ നടക്കുമായിരുന്നേലേ എലിക്കുട്ടിയമ്മേ. നടക്കുമായിരുന്നേ നല്ലതായിരുന്നു. നമ്മൾ കയറ്റി നടക്കുന്നാലോ ഇച്ചിരി. അതിനാ ഇച്ചിരിയിൽ നടക്ക്. ഇത്ര നേരം പ്രാർത്ഥന അല്ലായിരുന്നോ? ഇത്ര നേരം പ്രാർത്ഥന കാര്യമല്ല. അതൊക്കെ ശരിയാ. അതൊക്കെ അതെ, പല കാര്യമാണ്. അപ്പോൾ എലിക്കുട്ടിയമ്മ ഒരു പ്രാർത്ഥന കഴിഞ്ഞു പറഞ്ഞ പോലെ. ഇപ്പം എന്തൊക്കെയോ സംസാരിച്ചു. എന്നിട്ട് എലിക്കുട്ടിയമ്മ കിടക്കുവാണ്. എനിക്കൊരു ഫോൺ വരുന്നുണ്ട്, ഞാൻ അപ്പുറത്തോട്ട് പോകും. അതാ ഞാൻ ചോദിച്ചത്, അങ്ങടെ പേരൊക്കെ അങ്ങോട്ട് പറയാൻ ഓർത്തിരിക്കണ്ടേ?
അവര് വരുമ്പത്തേക്ക് അവരെ അറിയുന്നില്ലെന്ന് പറയുമ്പോ അവർക്ക് വിഷമാകിയല്ലേ. പേര് നിനക്കറിയാമല്ലോ. എനിക്കറിയാം, പക്ഷെ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. ഞാൻ അറിഞ്ഞിട്ട് കാര്യമുണ്ട്, അമ്മ അറിയണ്ടേ. അമ്മ അറിയണ്ടേ. ആ അമ്മയോട് പറയണം. ആ അമ്മ ഏലിക്കുട്ടിയമ്മ. ഏലിക്കുട്ടിയമ്മ അറിയണ്ടേ. എലിക്കുട്ടിയമ്മ അറിയണ്ടേ. ഉറങ്ങുവാണോ? ഉച്ചയായപ്പം കുളിപ്പിച്ച ഇപ്പഴാ മയക്കം. അത് കുളിപ്പിച്ച് കഴിഞ്ഞ് വന്നപ്പോ മുതല് പ്രാർത്ഥനയായിരുന്നു. എന്നിട്ട് ഇപ്പഴാ കിടന്ന് ഉറങ്ങണത്. ഈ രാത്രിക്കാ. എന്നാ പോയിട്ട് വാ. പോണില്ലേ? ഞാൻ പോണില്ല. എന്റെ വീടിതാ, എന്റെ ഇപ്പോഴത്തെ വീടിതാ. ഇനി വല്ല മാറ്റം ഉണ്ടെങ്കിൽ അന്നേരം അറിയിക്കും. ഇവിടെ കിടക്കണല്ലോ. ആ ഇവിടെ കിടക്കണം. ഇപ്പം തൽക്കാലത്തേക്ക് ഇവിടെ കിടക്കണത്. എന്നാ അത് മതി. ബുദ്ധിമുട്ടില്ല. ആ ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ട് കുറച്ച് കുറഞ്ഞു കിട്ടും ഇവിടെ കിടന്നല്ലേ. ഇവിടെ കിടന്നാ ബുദ്ധിമുട്ട് കൂടുതലാ. ഇവിടെ കിടന്നാ ബുദ്ധിമുട്ട് കൂടുതലാ. വേറെ പോവാണ്. ആ വേറെ പോയേക്കാം. വേറെ പോകുന്നവർക്കല്ലേ സുഖം. ഒന്നും അറിയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വേറെ പോവാ. എന്നാ പറയണ? എന്നെ വേണേലും ചെയ്തു. എനിക്ക് എന്നാ കുഴപ്പമില്ലല്ലേ. സൗകര്യം പോലെ. ആ എന്നാ പോയേക്കാം. എന്നാ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്കോ? ആ ഇപ്പം വരാൻ പറ്റുമോ? അതിനാ ഇപ്പൊ കിടക്കുമല്ലോ. കിടന്നത് ഇങ്ങോട്ട് എണീറ്റാ മതി. ഈ ചെല്ലണം. പ്രാർത്ഥന ചെല്ലയില്ല. ആ എന്നാ മാന്നേ നമുക്ക് ഒരുമിച്ച് ചെല്ലാം. ഉള്ള പ്രാർത്ഥന ചെല്ലി ചേർത്തില്ലേ പിന്നെ എങ്ങനെയാ? വരുന്നുണ്ടോ? അയ്യോ നീട്ടുവാണോ? അറിയത്തില്ല. ഞാൻ കുരിശ് വരയ്ക്കാൻ പോവാട്ടോ. നീ ചെയ്തോ? പക്ഷെ എനിക്ക് ആരുമില്ലല്ലോ കൂട്ട്. എനിക്ക് കൂട്ടിനാരുമില്ല. കുരിശ് വച്ചാ മതിയോ? ആ കൂട്ടിനാരുമില്ല. ശേഷം ചെല്ലാൻ ആരുമില്ല. അതാ കുഴപ്പം. അതാ കുഴപ്പം. വരാവോ? വരാവോ? നീ കണ്ണടഞ്ഞു പോവാ. നേ പൊക്കോട്ടെ. ഉറങ്ങിക്കോ. ക്ഷീണ. ചൂടാ, ഭയങ്കര ചൂടാ. മഴയില്ല, വെയില്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ ഒരെണ്ണം ഉണ്ട്. ഒരെണ്ണം ഉണ്ട്. ഒരെണ്ണം ഉണ്ടെന്നേ. ഒരെണ്ണല്ല ഉള്ളോ? ആ അപ്പൊ ഒരെണ്ണേ ഉള്ളു. എന്നാ ഉറങ്ങിക്കോ കേട്ടോ. ഉറങ്ങിക്കോ. ഉറങ്ങിക്കോളാനോ? ആ പിന്നെ എല്ലാവർക്കും പോണം. കുരിശ് ചെല്ലുന്നുണ്ടോന്ന് വിചാരിച്ചു. വീട്ടിലേക്ക് എന്നെ പോവാം. ആ എന്നാ വീട്ടിലോട്ട് പോ. ഞാൻ കുരിശ് വരയ്ക്കട്ടെ. കുരിശ് വരയ്ക്കാൻ ചെല്ലുന്നുണ്ടോന്ന്. അപ്പൊ ഇന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എലിക്കുട്ടിയമ്മ കിടന്ന് അല്ല കുരിശ് വരയ്ക്കാൻ ചെല്ലുന്നുണ്ടോന്ന്. സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നുണ്ടോന്ന്. സന്ധ്യാപ്രാർത്ഥനയെ ആ ചെല്ലുന്നുണ്ടോന്നാ ചോദിച്ചേ. അത് കഴിഞ്ഞില്ലേ? ഇല്ല, ചെല്ലാൻ പോണേ ഉള്ളൂ. ചെല്ലാൻ പോകുന്നേ ഉള്ളൂ. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞില്ലേ? ഇല്ലെന്നേ, അവര് ചെല്ലാൻ പോണേ ഉള്ളൂ. അമ്മ കുളി കഴിഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയായിരുന്നല്ലേ. അതുകൊണ്ടിപ്പം ക്ഷീണമാണ്. ക്ഷീണത്തിന്റെ പുറത്ത് കിടക്കുവാണ്. ആണോ? ക്ഷീണത്തിന്റെ പുറത്ത് കിടക്കുവാ. എന്നാൽ കിടന്ന് ഉറങ്ങിക്കോ. കഞ്ഞി കുടിക്കാൻ നേരത്ത് ഏറ്റാ മതി. അത്താഴം കഴിക്കാൻ നേരത്ത് കേട്ടോ. ഇനി അത്താഴം കഴിക്കാൻ ഏറ്റാ മതിന്നേ. അത്താഴം കഴിക്കാൻ നേരത്തെ ഏറ്റാ മതിന്ന്. കഴിക്കാൻ നേരത്തെ എണീറ്റാ മതിന്ന്. എണീറ്റാ മതിന്ന്. ആ അവരവിടെ പ്രാർത്ഥന തുടങ്ങി. ഇപ്പൊ നമ്മൾ എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ട്. കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറയുക ഇത്. കുടിക്കാനായിട്ടേ വന്നിട്ടുണ്ടെന്ന് പറയുക ഇത്. ആ കിടന്നൊരു മയക്കമൊക്കെ കഴിഞ്ഞ്. ഞാൻ ഞാനല്ലേ വിളിച്ചിറക്കി ഇവിടെ കൊണ്ട് നിർത്തിയത്.
ഞാനല്ലേ ഇപ്പൊ വിളിച്ചുകൊണ്ട് ഇവിടെ നിർത്തിയത്. നീയാ കൊണ്ടുപോകുന്നു. ആ, കഞ്ഞി കുടിക്കാൻ വരാൻ പറഞ്ഞ്. കഞ്ഞി വിളമ്പി വെച്ചിരിക്കുക. അതെ, നല്ല കാളനുണ്ട് കേട്ടോ. ഇതൊന്ന് വെച്ചതാ ഞാനത്. കാളൻ അങ്ങനെയാണ് എല്ലായിടത്തും പറയുന്നത്. കുടിക്കാനാണോ? ആ, ഇല്ല, കറിയൊക്കെ നോക്കിയിട്ടാ പോണെ. ഇച്ചിരി കറിയൊക്കെ മതി. എന്തിനാ വെറുതെ കളയുന്നതുകൊണ്ട് ഞാൻ കൊടുക്കാത്തത്. ഇച്ചിരി കറി മതി, തൊട്ട് കിട്ടൂല്ലോ. എന്നാമേ എന്നാ പറഞ്ഞേ? ഏത് കട്ടിലേ? ഏത് കട്ടിലേലാ? ഏത് കട്ടിലേലാ? ഏത് കട്ടിലേലാ കിടക്കണേ? അവിടെ അവിടെയൊക്കെ ആരുമില്ല. ആ, ജോമോടെ ചുരിദാർ കിടപ്പുള്ളന്ന്. അവിടെയും ആള് കിടപ്പുണ്ട്, ഇറങ്ങണ്ടതല്ലേ? അവിടെയൊന്നും ആരുമില്ലമ്മേ. അതെ, തുണി കൊണ്ടിട്ടിരിക്കുന്ന, തുണി അലക്കിയത് കൊണ്ട് ഇട്ടിരിക്കുന്ന മറ്റാ. ആ, അലക്കിയ തുണി കൊണ്ടിട്ടിരിക്കുന്ന, അവിടെ ആളൊന്നുമില്ല. അത് വിവീനല്ലേ അവിടെ കിടക്കണേ? ആ, അവിടെ കിടക്കണ വിവീനയല്ലേ? വിവീനെ മറന്നുപോയി മറ്റേ അല്ലേ? പ്രാർത്ഥനാ സമയത്തും ചോദിക്കുന്നില്ല, ആ മുറി ചെന്നും ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പം വിവീനെ പറ്റി അങ്ങോട്ട് എലിക്കുട്ടിയമ്മ മറന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ഇപ്പം എലിക്കുട്ടിയമ്മ മറന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. ആ, ഇരുന്നോ? നീ എന്നെ നോക്കിയിരിക്കണേ? എന്നാ നോക്കിയിരിക്കുന്നേ? ആ, നീ ചെല്ലാഞ്ഞിട്ട് വരാഞ്ഞിട്ടാന്ന് തോന്നുന്നു. അവളിവിടെ അടുക്കള പണിയാ, പണി കഴിഞ്ഞില്ല. അടുക്കളയിലേ അമ്മ ഇരുന്ന് കഴിച്ചോ? അമ്മ ഇരുന്ന് കഴിച്ചോ? ഓമ്മളിപ്പോൾ ഉടനെ വരത്തില്ല. അപ്പം അമ്മയ്ക്ക് കൂട്ടിപ്പം മസ്റ്റായിട്ട് ഒരാൾ ഇപ്പോൾ കൂട്ട് വേണം. അതാണിപ്പോൾ ഒരു കുഴപ്പം. കറി ഫ്രിഡ്ജ് വെക്കാൻ പോകണം. ആ, മറ്റേ കുക്കറിനകത്തുനിന്നല്ലേ? മറ്റേ വാഴയ്ക്ക ഏത്തക്ക വേവിച്ചായിരുന്നു. കുക്കറിന്റെ അകത്തിട്ടാണ് ഒരൊറ്റ അടി വിസിലടിച്ചാ മതി. പെട്ടെന്ന് പാകത്തിന് വെന്ത് കിട്ടും. പിന്നെ ചട്ടിയിലിട്ട് തിളപ്പിച്ച് ഉണ്ടാക്കാൻ സമയം. അതൊക്കെ കാരണം ഈ ഇത് എനർജി ലാഭവും എല്ലാം തന്നെയല്ലേ. ഗ്യാസൊക്കെ കിട്ടാത്തതല്ലേ? ഗ്യാസൊക്കെ ഇനി ഗ്യാസിന് ഇപ്പൊ കിട്ടാൻ പ്രശ്നമാവും. ബുക്ക് ചെയ്തിട്ട് ഒന്നും അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. എല്ലാരും ഗ്യാസിലോട്ട് മാറിയിരിക്കുകയാണ് ആൾക്കാർ. ഇതാണ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേന് ഇനി അനുഭവിക്കാൻ പോകുന്നതൊന്നും ആലോചിച്ച് നോക്കി. അല്ലെ, വിറകില്ലാതെ മൊത്തം ഗ്യാസ് പടിയുന്നവരൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഇനി വിറകിനും എല്ലാം ഇതാവും. വിറകുണ്ടാക്കാൻ ആളുമില്ല, എല്ലാം ആകെപ്പാടെ. അപ്പം എലിക്കുട്ടിയമ്മ ഇവിടെ നിന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് കുടിക്കുന്നത്. ഇവിടെ നിന്ന് ആളെ കാണുന്നില്ലല്ലോ. രഹസ്യമായിട്ട് പതുക്കെ പറഞ്ഞൊന്നും അറിയത്തില്ലോ, നമ്മൾ കേട്ടില്ലല്ലോ. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ? ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന്? ഉപ്പൊക്കെ ഉണ്ടോന്ന്? ആ, ഉണ്ടല്ലേ? അതൊക്കെ തിന്നോ? അതൊക്കെ വെളുത്തുള്ളിയൊക്കെയാ. വെളുത്തുള്ളിയൊക്കെയാ, അതൊക്കെ കഴിച്ചോ, കളയണ്ട. ആ, ഏത്തക്കായുടെ ഉണ്ട്. ഏത്തക്കാടയാന്ന് തോന്നുന്നു. ഏത്തക്കായല്ല, മറ്റേ മുളക് വേണ്ടൊക്കെയാ പറക്കണം തോന്നുന്നു. ഒരു സാധനവും അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല. അത് എല്ലാം പിറക്കി സംഗതി താഴോട്ട് തട്ടിയിട്ടുണ്ട്. എല്ലാ സാധനവും പിറക്കി ഉണ്ടോ? എല്ലാം പിറക്കി താഴോട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയുക ചെയ്തേ. അത് മേശപ്പുറത്ത് വെക്കുമോ പാത്രം കൊടുത്താൽ അതിനകത്ത് ഇടുകയോ ചെയ്യുകയില്ല. ചിലർ പറയും പാത്രത്തിൽ പിന്നെ വേസ്റ്റ് പാത്രം കൊടുക്കാൻ പറയും. പക്ഷെ വേസ്റ്റ് പാത്രം കൊടുത്താലൊന്നും അമ്മ അതിനകത്ത് ഇടിയില്ല. അതൊക്കെ തിന്നോമേ. വാഴയ്ക്കായ വാഴയ്ക്ക ആ, വാഴയ്ക്കായ അതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഒന്നും കളയണ്ട. കറിക്കകത്ത് ആ വാഴയ്ക്കയൊക്കെ ചേർത്തിരിക്കുന്നതാ. അതുകൊണ്ട് ടേസ്റ്റും രുചിയും കൂടുതലില്ലേ? അതുകൊണ്ട് ടേസ്റ്റും രുചിയും കൂടുതലില്ലേ? ഉപ്പ് ഇല്ലേ? ആ, എന്നിട്ട് പിന്നെ ഉപ്പുണ്ടെന്ന് മുമ്പേ പറഞ്ഞേ. പേലിക്കുട്ടിയമ്മയുടെ സ്ഥിരം അത് മൊത്തം ഇളക്കിയത് ഇപ്പോഴാ. പേലിക്കുട്ടിയമ്മയുടെ വാക്ക് ഞാൻ കടമെടുക്കുക ചെയ്ത ടേസ്റ്റും രുചിയും. പണ്ട് പോലെ പറയണതാ. ഉപ്പ് നോക്ക്. ഇളക്കട്ടെ, അതെ ഇളക്കട്ടെ. ഇളക്കട്ടെ. നീ ആയോ? മതിയോ? കറി ഒഴിക്കണം, പുളിശ്ശേരി ഒഴിക്കണം, മോരുകറി ഒഴിക്കണം. കാളൻ ചെങ്ങടെ വേണോന്നാ ചോദിച്ചേ?
ആ അതെ അതെ, കാളൻ ഇച്ചിരി കൂടെ വേണമെന്ന് ചോദിച്ചേ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി അറിയാലോ, മോര് പുളിശ്ശേരി ഐറ്റംസ് ആണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങളല്ലേ തീരുമാനമാക്കണം. അല്ല അമ്മയല്ലേ കഴിക്കുന്നേ, ഇതെല്ലാം പറക്കുമായിരിക്കും ഇനി. ഒന്ന് നോക്കിക്കേ, മൊത്തം കുടിച്ചോണം കേട്ടോ, മൊത്തം കഴിച്ചോണം. ആ മതി, കഴിച്ചോ. പാത്രം ഇച്ചിരി അടുപ്പിച്ച് വെക്കിട്ട് അത് ആഴോട്ട് പോണു. മതി മതി. ഇപ്പം എല്ലാം ഓക്കെ ആണോ? ഇപ്പം എല്ലാം ഓക്കെ ആണോ? പുളി ഉപ്പൊക്കെ ഓക്കെ ആണോ? പുളി ഉപ്പൊക്കെ ഓക്കെ ആണോ എന്ന്? ആ മീനിരിക്കണം, അതെടുത്ത് കൂട്ടണം കേട്ടോ. ഈ മീനേ അതെടുത്ത് കൂട്ടണം. ലെഗോൺ മുട്ടയ്ക്ക് ഇപ്പം 5 രൂപ ആയിട്ടുണ്ട്. അപ്പം അല്ലേ ഇപ്പം ഈ കോഴിമുട്ട നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നത് ഇപ്പം ലാഭകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല അതുപോലെ ലാർജായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. കാരണം 8 രൂപയ്ക്ക് കൊടുത്താലും തീറ്റയുടെ വില വെച്ച് നോക്കുമ്പോഴേ അത്ര ലാഭമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഒരിക്കലും ലാഭകരമായിട്ടില്ലായിരുന്നു, അത് നഷ്ടത്തിൽ തന്നെയാണ് പോയത്. പിന്നെ പറഞ്ഞൊരു കാര്യമില്ല. എന്താണ് കഴിക്കുന്നതിനിടയ്ക്കൊരു മുറങ്ങലൊക്കെ കഴിക്കുന്നതിനിടയ്ക്കൊരു മുറങ്ങലൊക്കെ എന്താന്ന് കഴിക്കുന്നതിനിടയ്ക്ക് എന്തിനാ മുറങ്ങുന്നെന്നാ ചോദിച്ചേ? അതൊക്കെ കഴിച്ചാൽ മതി. ആ പാത്രം കടുപ്പിച്ച് വെക്കാൻ മേലായിരുന്നോ? കടുപ്പിച്ച് വെച്ച് കഴിക്കുകയില്ല, അതാണ് കുഴപ്പം. ഇന്നുണ്ടാക്കിയ സാധനങ്ങൾ രാവിലെ അമ്മ കഴിച്ചത് കുമ്പിളായിരുന്നു. കുമ്പിള് ഇവിടെ കുമ്പിളിരിപ്പുണ്ട്. ഇത് കരിപ്പെട്ടി ശർക്കര ചേർത്തുണ്ടാക്കിയ കുമ്പിളാണ് കേട്ടോ, അതുകൊണ്ട് ടേസ്റ്റ് പ്രത്യേകം കൂടുതലാണ്. വേറെ പിന്നെ അവിയൽ, ഇന്നലത്തെ അവിയലാണ്. കുറേ മുരിങ്ങിക്കോല് പെങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു, അപ്പോൾ അതെല്ലാം കണ്ടിട്ട് അവിയലുണ്ടാക്കിയത് ഇന്നലെ ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് ഇന്നത്തെ ബാക്കിയുള്ളത്. പിന്നെ ഇതിനകത്ത് തന്നെ ഉള്ളത് നോക്കട്ടെ കറി. ഇത് പയർ തോരൻ, ഇത് വിവാൻ്റെ സാധനമാണ്. വിവാനാണ് ഈ പയറിൻ്റെ ആൾ. ഉണക്കപ്പയറും പച്ച പയറും. പിന്നെ മീനുണ്ട്, പിന്നെ കാളൻ. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കുള്ളത് മതി. ചോറ് 2 പേർക്ക് 4 പേർക്കുള്ള ചോറ് ഇരിപ്പുണ്ട്. കഞ്ഞി എന്തോരം ഉണ്ടെന്ന് അറിയത്തില്ല. ചോറ് ഇപ്പോഴും മിച്ചമാണ് ഇവിടെ. എല്ലാവരും ഭക്ഷണം കഴിപ്പ് കുറവാണ്. ഒന്നാമത് ചൂടും കൂടെ ആയപ്പോഴത്തേനും ഒരു രക്ഷയില്ല കഴിപ്പ്. കഞ്ഞി വേണോ ഇനി? കഞ്ഞി വേണോ? കഞ്ഞി ഇനി വേണോന്ന്? ആ മതിയാ? ആ പാക അല്ലേ? പാകവാ. ആ പാത്രം ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചെങ്കിൽ ഇത് വീഴത്തില്ലുണ്ട്. അവിടെയെല്ലാം തൂത്ത് വെച്ചിരിക്കുക. എന്നിട്ട് പാത്രം അകത്തേ പിടിക്കുള്ളൂ. നമ്മൾ അടുപ്പിച്ച് വെക്കാൻ ചെന്നാലും സമ്മതിക്കില്ല. ആയിക്കോട്ടെ, കുടിച്ചോ. ആ മീൻ കഷ്ണം എടുത്ത് തിന്നാമേ, ആ പയർ മാത്രം വരാതെ. ആ മീൻ കഷ്ണത്തിലെ ഇച്ചിരി ആയിട്ട് തൊട്ടിട്ടേ ഉള്ളൂ. പിന്നെ ആ പയർ വറക്കെ തിന്നുന്നേ ഉള്ളൂ. മീനെ തൊടുന്നില്ലല്ലോ. അത് നല്ല മീനാണല്ലോ. അത് നല്ല പല്ലിടലൊന്നും കയറത്തില്ലാത്ത മീനുമാണ്. അത് മോത പീസാണ്. എന്നിട്ടും കൂടെ ആ മീൻ കഷ്ണം എടുത്ത് കഴിക്കാമേ. മീനേ, ആ മീൻ കഷ്ണം എടുത്ത് കഴിക്കാനേ ഇരിക്കിപ്പില്ലേ, അതെടുത്ത് കഴിക്കാൻ. അത് കണ്ടില്ല, അതമ്മ അതിനകത്ത് തൊട്ടിട്ട് പോലും ഇല്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ കൊണ്ട കളി. ഇപ്പോൾ കഴിച്ച് കഴിയുമ്പം കഴിക്കില്ല. ഇതാണ് അമ്മയുടെ കുഴപ്പം. എലിക്കുട്ടിയമ്മയുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അപ്പം ഇന്ന് കുളി കഴിഞ്ഞപ്പോൾ സാധാരണ നേരത്തെ പോലെ പ്രാർത്ഥന തന്നെയായിരുന്നു അല്ലേ? എന്നാലും ഞാൻ വരുമ്പം പ്രാർത്ഥന തീർന്നായിരുന്നു. പ്രാർത്ഥന തീർന്നിട്ട് അന്നേരം ചെറുതായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ലാസ്റ്റ് മൂമെൻറ്റിലായിരുന്നു തോന്നുന്നു പ്രാർത്ഥനയുടെ. അമ്മ ഇവിടെ എന്നാ പറയണമെന്നാണ് ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നേ. അത് വഴിയല്ലേ? അത് വഴിയേ, വണ്ടി പോകണമല്ലേ? അമ്മ എപ്പോഴും വഴിയിലോട്ട് നോക്കിയിരിക്കുവാണ്. ആര് ഈ ഇരുട്ടത്ത് ആര് വരാനാ? ഇരുട്ടത്ത് വരുന്നല്ല, അത് വഴിയേ പോണ വണ്ടികൾ വഴിയേ പോണ കേട്ടോ. ഇങ്ങോട്ട് വരുന്നൊന്നുമല്ല കേട്ടോ. പെരയ്ക്കകത്തിരിക്കുന്നേക്കാളും സുഖം പുറത്തിറങ്ങി നിൽക്കുന്നതാണ്. മഴക്കാറൊന്നും കാര്യമായിട്ടില്ല, എങ്കിലും ഒരു തണുപ്പുണ്ട് പുറത്ത്. അകത്തിരിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. എലിക്കുട്ടിയമ്മ അങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നു. കഞ്ഞി ഇച്ചിരി കൂടെ വേണോ? മീൻ തിന്നില്ലല്ലോ. തിന്നോ? മീൻ തിന്നില്ലേ? മീൻ തിന്നോന്ന്. മീൻ തിന്നേ.
തീരെല്ലാം തിരിക്കണം. അതൊക്കെ തിന്നു പിടിയാൽ ആരും തിന്നും. അതിനകത്ത് ഇരിപ്പുണ്ട്, ആരെങ്കിലും കഴിച്ചോണം. എലിക്കുട്ടിയമ്മ കഴിക്കില്ല, അതാണ് കളി. എലിക്കുട്ടിയമ്മയ്ക്ക് ഇത്രയും വീടില്ലായിരുന്നു. ഇനിയിപ്പോൾ എലിക്കുട്ടിയമ്മയ്ക്ക് എത്ര മീൻ കൊടുക്കണ്ട. കഴിഞ്ഞ ദിവസം കളയോ ഇത്, എല്ലാ ദിവസവും തന്നെ ഇപ്പം മീൻ കളച്ചു. അയ്യോ അത് തിന്നാൻ മേലായിരുന്നോ? അത് തിന്നാൻ മേലായിരുന്നോ? എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ അന്നേരം പറയണം വേണ്ടെന്ന്. മീൻ തിന്നുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. നീ അന്നേരം ഒക്കെ പോയി കൈ കഴിക്കൂ. ചെല്ല്. ആ കിടക്കാം. കൈ കഴുകി വായും കഴുകിച്ച് പോയി കിടന്നോ. ഇവിടെ 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 ഇവിടെയാ നീ. ആ ഇവിടെ ഇത് ഞാനൊന്നും കളയാറില്ല. പറ്റി പറ്റി എന്നാ പോയി കിടന്നു. പോയി കിടന്നു. എലിക്കുട്ടിയമ്മയുടെ കട്ടിൽ തിരിഞ്ഞാണല്ലോ കിടക്കണേ. ഉറക്കമൊക്കെ കഴിഞ്ഞാ? കഞ്ഞികുടി കഴിഞ്ഞുള്ള ഉറക്കമൊക്കെ കഴിഞ്ഞു വന്നു. കഞ്ഞികുടി കഴിഞ്ഞുള്ള ഉറക്കമൊക്കെ കഴിഞ്ഞു വന്നു. ആ കഞ്ഞികുടി കഴിഞ്ഞേ. അയ്യോ അത്താഴം കഴിച്ചില്ലേ എലിക്കുട്ടിയമ്മ? പിന്നെ എല്ലാരും കണ്ടതാ എലിക്കുട്ടിയമ്മ ഇടുന്ന്. ഒന്നും കുടിച്ചില്ലേ? ഇടി നീ ഒന്നും കൊടുത്തില്ലല്ലേ എടി? ആഹാ നീ എന്നാ പണിയടി കാണിച്ചേ? അമ്മയ്ക്കൊന്നും കൊടുത്തില്ലല്ലേ? നീ കൊള്ളാം, വെറുതെ അല്ല. അത്യാവശ്യം ഇല്ല ഇപ്പം. കഞ്ഞി കുടിച്ചതാ. നമ്മൾ വല്ലതൊക്കെ ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ പൊതുവെ പരാതിയായിട്ട് മറ്റേ നടക്കും. ഇതൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാക്കി ഓരോന്നും. ഇപ്പൊ എന്നെ കിടക്കാൻ പോയ ആളെന്നെ ഇങ്ങോട്ട് വന്നേ. ഞാൻ കിടക്കാൻ പോയതല്ല, പിന്നെ കിടക്കാൻ പോയതാ. ഞാൻ അവിടെ ഇരിക്കായിരുന്നു. ആണോ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കിടക്കുന്നില്ലെന്ന് ചോദിച്ചോണ്ട് എന്റെ അടുത്തോട്ട് വന്നതാ. ഞാൻ നോക്കുമ്പോ കിടക്കുമായിരുന്നു. മൂത്രമൊക്കെ ഒഴിച്ചു വന്നിട്ട് എന്നെ വിളിക്കാൻ വന്നിരിക്കുന്നതാ. ഉറങ്ങിയില്ലായിരുന്നല്ലേ? കൊച്ചു തന്നെ കിടക്കിയല്ല. കൊച്ചു തന്നെ കിടക്കിയല്ല. ഇല്ല കേട്ടോ. ഇനിയിപ്പൊ ആരെ വേണം കൂട്ട്? വിവാനുണ്ട്, മതിയോ? വന്നാ മതിയോ? വിവാൻ കൂട്ട് കിടക്കാൻ വന്നാ മതിയോ? അമ്മയോട് കൂടെ കിടക്കാൻ വരാന്ന്. വരും. മതിയോ? എനിക്കറിയില്ല. രോമം വന്നാ മതിയോ? നമ്മൾ പറയുന്നവരാണെങ്കിൽ നമുക്ക് ധൈര്യമാണ്. ഇതിപ്പോ എന്താണെന്ന് അറിയത്തില്ല. എന്നെ കൊണ്ടേ പോകുള്ളൂ. എന്നെ കൊണ്ടേ പോകുള്ളൂ. നിന്നെ കണ്ടോ കൊണ്ടുപോവോ? എങ്ങോട്ടും കൊണ്ടുപോകുന്നു? കിടക്കാൻ. ഇപ്പൊ സന്തോഷം വന്നു കണ്ടോ? അത് കേട്ടോ നമുക്ക് സന്തോഷം വന്നു അല്ലേ? ഓരോ കൊച്ചുങ്ങളും ഓരോ സാധനം ഉണ്ടാക്കി വെക്കുക. അത് സിനിമയല്ലേ? കഴിക്കാനുള്ള സിനിമയ്ക്കകത്ത പരിപാടികളാണ് കേട്ടോ. സിനിമ കാണുന്ന എന്നായിരുന്നു? എന്നിട്ട് രണ്ടുപേരോട് ഒരുമിച്ച് പോയി കിടന്നാൽ മതി. പിള്ളേരെ കാണുന്നത് ഇഷ്ടമല്ലേ? പിള്ളേരെ കണ്ടോണ്ടിരിക്കും. എലിക്കുട്ടിയമ്മനെ നോക്കിയാ പറയണേ. എലിക്കുട്ടിയമ്മ കിടക്കണില്ലെന്ന്. എലിക്കുട്ടിയമ്മനെ കിടക്കാത്തതെന്നായിരിക്കും അവർ ചോദിക്കുന്നത് അല്ലേ? ആണോ? ചെറുക്കന്മാരാ? ആണോ? അടി കൊടുത്തോ? ആണോ? ഞാൻ കണ്ടില്ല. വഴക്കുണ്ടാക്കിട്ടായിരിക്കും അല്ലേ? സിനിമ കാണാം. പല കാരണങ്ങൾ കൊണ്ട് അടി കിട്ടും. പല കാരണങ്ങൾ കൊണ്ട് അടി കിട്ടും. പെമ്പിള്ളേരല്ലേ, ജോലിയില്ലായിരിക്കും, അതായിരിക്കും. പറഞ്ഞിട്ട് കേട്ടില്ലായിരിക്കും. പെമ്പിള്ളേർ പറഞ്ഞ അനുസരണമാണെന്നല്ല അവരുടെ. പെമ്പിള്ളേർക്ക് അനുസരണ ഇല്ല, കുഴപ്പം. ആമ്പിള്ളേർ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇന്നലെ AC ഇട്ട് കൊടുത്താ ഇറങ്ങി. ഉറങ്ങാൻ പോകാം മുറിയില്.
മുറിയില് അമ്മയുടെ കട്ടിലേല് ഉം. കിടക്കാൻ പോകാം. കിടക്കാനോ? ഇവിടെയാ? ആ ആ കിടക്കാം. ആ എന്നാ ഏറ്റവും സന്തോഷാണ്. ഏറ്റവും സന്തോഷട്ടൂണാ അത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നേക്ക് അമ്മയേക്കാന്ന് ഞാൻ കേക്കില്ല. അതെ പിടിച്ച് നേക്കിയ വേറെ വല്ലയിടത്തോട്ട് പോവും. കേക്ക് ഞാൻ പിന്നെ ചെറുപ്പം എൻ്റെ വീട്ടിലോട്ട് പോയി കുറച്ചുകൂടെ കഴിയുമ്പോൾ. അതൊന്നും എനിക്കറിയത്തില്ല. ആ ഇനി വീട്ടിലോട്ട് വലിയ ഇവിടെ വല്ലതും ഉണ്ടോ? വീട്ടിലില്ലാതെ അവരൊന്ന് പിള്ളേരായാലും ഉള്ളു. നേക്ക് കിടക്കാം. ഏത് പിള്ളേരാ? ആ ആർക്കറിയാം, ഏലിക്കുട്ടിയുടെ മക്കളായിരിക്കും പറയണത്. കിടക്കാൻ എനിക്ക് എവിടെയില്ല. എവിടെയാ കിടക്കട്ടെ? അത് ഏക്കപ്പം പറഞ്ഞു തരാം. എന്നാ വാ. ആ കിടക്കാൻ ഏക്ക് ടി വി കാണണോ? ടി വി കാണണോ? ഓ വേണ്ട. അന്ന് ഏക്ക് അതുങ്ങൾ പോക്കാം. എങ്ങാണ്ട ആ ഒരു വണ്ടിയെ പോവാന്നേ. ആ വണ്ടിയെ പോക്കാം. ഒരു വണ്ടിയെ പോവാ. ആ പോയി കിടന്നോ? കിടക്കണുണ്ടോ? ഇവിടെ തന്നെ ഇല്ലാനോ? അങ്ങോട്ടല്ല, അമ്മയുടെ മുറി അതാ. എങ്ങും പോവല്ല, മുറിയിലേക്ക് പോവല്ല. പിന്നെ ആ നോക്കുമല്ലോ അവിടെ ആരാ കിടക്കാം. എവിടെയാ? അവിടെ ആരാ? അവിടെ അടുക്കളയിൽ ആരും കിടക്കാറില്ല. ഒരു വസ്ത്രമൊക്കെ ഉണ്ട്, എല്ലാം വിരിച്ചിട്ടപ്പോൾ കണ്ടോ കാറ്റ് വാറ്റിട്ട് അതെല്ലാം പോയി. ശക്തിയുണ്ട്. ഉറങ്ങാൻ പോകാം. ഇതൊന്ന് കിടക്കാം. ആ ഞാൻ വാ. ആ? ഞാൻ വാ. ചെല്ല് ചെല്ല്. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. നീ ജോമോനെ കൂട്ടിനുണ്ടെ കിടത്തിയാ പോരെ? എന്നാ ഈ ജോമോനെ അവിടെ അമ്മയുടെ കൂടെ ഈ കട്ടിലേല്. അതെന്തിനാ? അത് അമ്മയ്ക്ക് കൂട്ടിന് ആള് വേണ്ട എപ്പോഴും. അത് കെട്ടി കിടന്ന കാര്യം. കെട്ടിയിടുന്ന കാര്യമുണ്ടോന്നോ? ഇതിനെ കെട്ടിയിടുന്ന ഇവിടെ കിടക്കണമെങ്കിൽ അല്ലേ? നടന്ന് സ്വാതന്ത്ര്യമായിട്ട് ഓരോ ഗുണം ചെയ്യാൻ. കുട്ടിയുടെ ഒരു കാര്യം. എന്നാ കിടന്നോട്ടോ. AC ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം തണുക്കും. ചില കഴിയുമ്പോൾ പോകണം. വീട്ടിൽ ആളുമില്ല. ആ ഇച്ചിരി നേരം ഉറങ്ങിയിട്ട് പോയാ മതി. എന്നായാലും ഇരിക്കുവോ രാത്രി കുത്തിയിരിക്കുവോ? ദൈവമേ, വീട്ടിൽ പിള്ളേര് എന്നാ രാത്രി ഇരുന്ന് വർത്തമാനം. 3 പിള്ളേര് മാത്രമേ. ആണോ? ആ പിള്ളേരെ ഇട്ടിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആ പിള്ളേരെ ഇട്ടേച്ച് എന്തിനാ ഇങ്ങോട്ട് പോന്നേ? മുത്തശ്ശി അവിടെ ഇരുന്നാ പോരായിരുന്നോ? അല്ല അവിടെ വീട്ടിൽ വേറെ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പൊ അവരവിടെ പോയി. അപ്പൊ അവിടെ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എന്തിനാണ് ഇത്ര പെടാപ്പോട് വിട്ട് ഇങ്ങോട്ട് പോകുന്നത്? ഇത്ര വിഷമിച്ചിങ്ങ് പോരണ്ടായിരുന്നല്ലോ, അവിടെ ഇരുന്നാ പോരായിരുന്നോ? അല്ല അത് അവിടെ ഇരിക്കാൻ വന്നാലും അവിടെ ആരും ഇല്ലാഞ്ഞു. അതുകൊണ്ട് ഇങ്ങോട്ട് ഓടിപ്പോന്നതാ. നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പോയിരുന്നത് എന്നാ ചെയ്യാനായിരുന്നു. അതുകൊണ്ട് ഇങ്ങ് കൂട്ടിന് പോന്നതാ. ആ അത് ശരി. ആർക്ക് കൂട്ടിന്? ആൾക്കാരെ കൂട്ടി എവിടെയാ നമുക്ക് എവിടെ തന്നെ തപ്പിക്കൊണ്ട് വന്നത്. എന്നാ കിടന്നോ? തണുപ്പായി. ഏ തണുപ്പൊക്കെ ആയിട്ടുണ്ട്. കിടന്നോ? എന്നാ കിടന്നോ, ഉറങ്ങിക്കോ. ഇപ്പൊ എല്ലാത്തിനും തണുപ്പായി, കാറ്റായി. ആ കാറ്റായി. ഒത്തിരി മാറ്റം വന്നു. ഒത്തിരി മാറ്റമായി. കിടന്നോ? ചൂടിന്റെ ഉണ്ട്, അതാണ് അമ്മ കിടക്കാതെ കേട്ടോ. ഇന്നലെ ആ AC ഇട്ട് കഴിഞ്ഞപ്പോ അങ്ങോട്ട് പെട്ടെന്ന് കിടന്ന് ഉറങ്ങി. വീട്ടിലോട്ട് പോണേ. ഇനി ഇവിടെ കിടന്നിട്ട് നാളെ പോകാം. നാളെ പോയാ പോട്ടെ. ഇനിയിപ്പോ ഇവിടെ കിടന്ന് തണുപ്പത്ത് കിടന്നോ ഉറങ്ങണ്ടേ? ഇന്ന് എടുക്കേണ്ട പണിയൊക്കെ നാളെ ഇന്ന് രാത്രിയില്ല. എന്നാ പണിയാ? അതാ പോരാ. ഇന്ന് രാത്രിയല്ലേ? ഇന്ന് കിടന്ന് ഉറങ്ങേണ്ട സമയാ. രാത്രി ആകുമ്പോഴത്തേനും പണി തീർത്തെടുക്കണം. അല്ല രാത്രി വന്നോ നോക്കി ഇരുന്നാ പോരാ. അമ്മയോടൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മ പറയുന്നതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതല്ല അമ്മ പറയുന്നത്. ഓരോ കാര്യം തീർന്ന് ഓരോ. ഞാൻ പോവാ. നീ എങ്ങോട്ടാ പോകണം? അവിടെ പോയിരിക്കട്ടെ. എവിടെയാ? ഞാൻ TV കാണാൻ പോവാ. TV കാണാനോ? ചുമ്മാ പോയിരിക്കാണ്. വല്ലതും കണ്ടോണ്ടിരിക്കും. ചുമ്മാ എന്തിനാ അവിടെ പോയിരിക്കണേ? രാവിലെ മുതലുള്ള പണിയെല്ലാം ചെയ്ത് മടുത്തതല്ലേ? ഏ രാവിലെ മുതലുള്ള പണിയെല്ലാം ചെയ്ത് മടുത്തതല്ലേ? എന്താ രാവിലെ മുതലേ ഉള്ള പണിയെല്ലാം ചെയ്ത് മടുത്തതല്ലേ? നീ പണിയില്ലാതെയോ? പണി ചെയ്തേ. പണി ചെയ്തേ. ഇതൊക്കെ കേക്കുന്നതാണേ. എന്നാ പണിയൊക്കെ ചെയ്ത് മടുത്തിട്ട് ഇച്ചിരി നേരം TV കാണാൻ ഇരുന്നതല്ലേന്ന്. ആ ശരി. അത് ശരി. TV ആരാ വെച്ച് കണ്ട? ഞാൻ കണ്ടായിരുന്നു.
എന്നാ കിടന്നുറങ്ങിക്കോ, തണുപ്പായില്ലേ? തണുപ്പായി. എന്നാ ഉറങ്ങിക്കോ. ഇപ്പൊ നേരത്തെ വീട്ടിലോട്ട് പോകണല്ലോ. ആ വിളിച്ചേക്കാം, പറഞ്ഞാ മതി. അവിടെ പണിയുണ്ട്. ആ ആയിക്കോട്ടെ. കപ്പാടാനാണോ? കപ്പ പറിക്കാനാ? കപ്പ ഒന്നും ഒന്നുമില്ല, പോടിച്ചോ മോനെ. വീട്ടിലെ പണി കപ്പ പറിക്കാനാ? എന്നാ കപ്പ പറിക്കാനാണോ? എവിടെയാ? വീട്ടിൽ പോണേ? വീട്ടിൽ പോയാ കപ്പ പറിക്കാനാണോ? ഒച്ച പറഞ്ഞിട്ട് എല്ലാം കേൾക്കുന്നുണ്ടോ? ചക്ക മുറിക്കാൻ. ആ അപ്പൊ കപ്പ ചക്കയാക്കി പോടും. അല്ല അതിന് ചക്ക താഴെ വീണ് കിടക്കുവാണ്. ആ ആണോ? ആ എന്നാലും അതൊക്കെ എടുത്തങ്ങ് മുറിച്ചങ്ങ് പുഴുങ്ങിയാ പോരെ. പിന്നെ ഇതിന് വല്ല പണിയുണ്ടോ? എന്നാലും അതിന്റെ പണി തീർത്തെടുത്താ വേവിച്ച് തിന്നാൻ മേലെ ബുദ്ധിമുട്ടില്ലല്ലോ, നല്ലതല്ലേ. എന്നാ കിടക്ക് കേട്ടോ. കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞോണ്ട് നാളെ നമുക്ക് ഇരിക്കാം. ഇപ്പൊ കിടക്ക്, നാളെ വർത്താനൊക്കെ പറയാം. ഇപ്പൊ കിടന്നോ. ഇപ്പൊ നീ എവിടെ പോവാ? എവിടെ പോവാ? ഞാൻ TV കാണാൻ പോവാ. ഇവിടെയാ? ഇവിടെ കിടന്നു, അമ്മ ഉറങ്ങട്ടെ. ജോമോൽ ഇവിടെ കിടക്കട്ടെ, ഉറങ്ങട്ടെ. കിടക്ക് കിടക്കൂ. എന്നാ കിടന്നു മോനെ. അമ്മ എവിടെ കിടക്കട്ടെ. അമ്മയ്ക്ക് ഇപ്പൊ ആളില്ലാതെ ഉറക്കം വരികയല്ല. കൂട്ടിന് ആളില്ലാതെ ഉറക്കം വരികയല്ല അല്ലേ? കൂട്ടിന് ആളില്ലാതെ ഉറക്കം വരികയല്ലോ. ആള് വേണമെന്നില്ല, എന്നാലും ഒരു പേടിയല്ലേ? ഒരു കാര്യം, ഒരു അടുപ്പമുള്ളതായിരിക്കണം മനുഷ്യരുമായിട്ട്. ഇതിനടുപ്പില്ലേ? ഇതിനടുപ്പില്ലേ? ഉണ്ട് ഉണ്ട്. എന്നാ പിന്നെ ഇതിനെ പേടിക്കണ്ടല്ലോ. എന്നാ കിടക്കട്ടെ, ഇവിടെ കിടന്നോട്ടാ. ഞാൻ പോവാ. നിങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനം. ഞാൻ ഇവിടെ ഉണ്ടെന്നേ. വീട്ടിലേക്കാ? ഇല്ല, ഇവിടെ ഇവിടെ TV കാണുവാ. പേടിക്കണ്ട. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചാ മതി കേട്ടോ. ഇത് വല്ലതും ചെയ്യാമെന്ന് വിളിച്ചാ മതി. എന്താ കിടന്നോ? എന്താ കിടന്നോ? ഇന്ന് അങ്ങനെ കിടന്ന രാത്രി ഉറങ്ങാൻ, പകല് കിടന്ന് ഉറങ്ങിയാൽ രാത്രി ഉറങ്ങാൻ പറ്റിയ. രാത്രിയാ? രാത്രിയാ പോണല്ലേ? ഇത് രാത്രി ആയെന്നേ. 10 മണിയായി. എവിടെ? 10 മണിയായി രാത്രി. രാത്രി 10 മണിയായി. 10 മണിയായതുകൊണ്ട് രാത്രിയാകും. പിന്നെ പിന്നെ എത്ര മണിയാന്ന് പറഞ്ഞ? 10 മണിയാകുമ്പോ എന്നാ സമയാവും. ആ കിടന്നോ? കിടന്നോ? ഏതിനാ? അതിനല്ല തണുപ്പ്, പുറകിലെ സാധനത്തിൽ നിന്നാ. അത് അവിടുന്നാ തണുപ്പ് വരുന്നത്. അതില്ലല്ലേ, അത് ഫാനല്ലേ. എന്നാ കിടന്നോ? ലൈറ്റ് ഓഫ് ചെയ്തേക്കട്ടെ? ലൈറ്റ് ഓഫ് ചെയ്തേക്കട്ടെ? ലൈറ്റ് ഓഫ് ചെയ്തേക്കട്ടെ എന്ന്? എന്നാ ലൈറ്റ് ഓഫ് ചെയ്യണേ. കിടന്നോ കേട്ടോ. പിന്നെ അത്രയും പൈസ പോയില്ലേ? എണ്ണം തോറും ചിലവാകും. അത് തന്നെ. പിന്നെ എത്ര ആൾക്കാർക്ക് വേണ്ട. ഇപ്പൊ വേനൽക്കാലാ. പിന്നെ കറണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുക, അത്ര തന്നെ. എന്നാ ഉറങ്ങിക്കോ കേട്ടോ. ഗുഡ് നൈറ്റ്. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.